നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലെ 30-ാം വാർഡ് കുട്ടിയോടാണ്. ഒരു മോതിരമാണ്. കിട്ടും. കോളേജിന്റെ ബില്ലാണ്, സൂക്ഷിക്കണം. ഇന്ന് എഴുതി കൊടുത്തില്ല, അമ്മയുടെ പേരില്ല. ഇനിയിപ്പം ഞാൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലെല്ലാം എഴുതി കൊടുത്തിരിക്കുന്നു. ഇനി കിട്ടുമ്പോഴേ ഇതെന്താണ് ഇപ്പൊ ഇവരെ ഫാദർ മരിച്ചു 4.5 വയസ്സ്. അങ്ങനെയുള്ള ലൈസൻസ്. അപ്പൊ വളരെ കഷ്ടപ്പെട്ടായിരിക്കും മോളെ ഇങ്ങനെ ഇതിലെത്തിച്ചത്. ഒരാളേ ഉള്ളൂ അല്ലേ? ഇപ്പൊ ഏത് കോളേജിലായിരുന്നു BSc കഴിഞ്ഞ്? യൂണിവേഴ്സിറ്റി കോളേജ്. ഇനിയിപ്പോ എവിടെ MSc കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കാര്യവട്ടത്ത് ക്യാമ്പസിൽ തന്നെ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? കോഴിക്കോട് നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്ന് എന്നെ സഹായിച്ച സന്തോഷ് പണ്ഡിറ്റ് സാറിനും നന്ദി. പിന്നെ ഇതിനെല്ലാം കാരണമായ നമ്മുടെ കൗൺസിലർ രാജേഷ് മാധവ് സാറിനും എൻ്റെ സ്പെഷ്യൽ നന്ദി പറയും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൂടെ ഇന്നുള്ളത് പ്രശസ്തനായിട്ടുള്ള ചലച്ചിത്രകാരൻ സന്തോഷ് പണ്ഡിറ്റാണ്. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ്ജി നമുക്കെല്ലാം അറിയാം, അദ്ദേഹം ചാരിറ്റി പ്രവർത്തനത്തിൽ വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ വാർഡിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ഒരു സഹായം ചെയ്യാൻ അദ്ദേഹം സന്നദ്ധനായി. അതിൻ്റെ ആ ചടങ്ങാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. അതിന് എല്ലാ ആശംസകളും. അതേപോലെ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനം ചെയ്ത് ഇനി ഈശ്വരൻ ശക്തിയും കരുത്തും കൊടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2011 മുതൽ സിനിമയിൽ വന്ന മുതൽ തന്നെ കഴിയുന്നതും ഒന്നുകിൽ കുട്ടികളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി സാധ്യത അല്ലേ, അതല്ലേ നല്ലത്. കാര്യം ആർക്കും പൈസയായിട്ടൊന്നും കൊടുക്കാറില്ല. ഞാൻ വിചാരിക്കുന്നത് ഒന്നുകിൽ പഠനത്തിലൂടെ അവർക്കൊരു കുട്ടി നന്നായി പഠിക്കുന്നു. അപ്പോൾ BSc ബോട്ടണി നല്ല മാർക്കോടെ പാസ്സാവുന്നു. ഇപ്പോൾ ആ കുട്ടി MSc ആ കുട്ടി കിട്ടുന്നു. അപ്പോൾ ഇനി MSc കൂടെ കഴിഞ്ഞ് നല്ലൊരു ജോലിയിലേക്ക് വരുമ്പോൾ ആ കുടുംബം രക്ഷപ്പെടുകയാണല്ലോ ചെയ്യുന്നത്, ശരിയല്ലേ? അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ. കാരണം ഒരാളൊരു ജോലി എടുത്ത് ജീവിക്കാം. നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു 500 രൂപയോ അല്ലെങ്കിൽ 100 രൂപയോ അല്ലെങ്കിൽ 1000 രൂപയോ കൊടുക്കുമ്പോൾ എന്താണ് ഇനി എന്ത് ചെയ്യും? സാർ ഞാൻ വീണ്ടും ഒരാളുടെ 500 രൂപ ചോദിക്കാം. അവിടെ അതുകൊണ്ട് എന്താണ് സാർ കാര്യം? അതേസമയം നിങ്ങളൊരു തയ്യൽ മെഷീൻ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ത്രീ അടുത്തുള്ള വീടുകളിൽ നിന്നല്ല അല്ലേ ചുരിദാറോ എന്തെങ്കിലുമൊക്കെ എടുത്ത് അപ്പോൾ ആ വ്യക്തിക്ക് ഒരു ജീവിതമാകുകയാണ് ചെയ്യുന്നത്. ഒരാൾക്ക് വിദ്യാഭ്യാസം വരുമ്പോൾ അല്ലെ മോളെ ഒരു ജോലി കിട്ടുകയാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ BScക്ക് നല്ല ഉന്നത വിജയം നേടിയതുകൊണ്ടാണ് അക്ഷയ്ക്ക് നമ്മളൊരു ചെറിയൊരു സമ്മാനം കൊടുക്കുന്നത്. ഇനിയും ഇതേപോലെ ഇത് പരിപാടി കാണുന്ന ആളുകളോടും എനിക്ക് പറയാനുള്ളത്, നന്നായി പഠിക്കുന്ന കുട്ടികളെ അല്ല നമ്മളിപ്പോൾ വെറുതെ ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് ഒരു കാര്യമില്ല. വെറുതെ അരിയും കറിയും കൊടുത്തുകൊണ്ട് എന്താണ് കാര്യമുള്ളത്? അതുകൊണ്ട് ഒരു കാര്യമില്ല. അല്ല വളരെ പാവപ്പെട്ടവർക്ക് അങ്ങനെ കൊടുക്കാം, അല്ലാതെ നിങ്ങൾ ചാരിറ്റിക്കായിട്ട് ചാരിറ്റി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വളരെ നന്നായി പഠിക്കുന്ന മെറിറ്റിൽ കിട്ടുന്ന കുട്ടികളെയാണ് നമ്മൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇനിയും അവർക്ക് നമ്മളെ കഴിവിനനുസരിച്ച് ചെറിയ ഫീസായാലും വലിയതൊന്നും ചോദിക്കരുത്. അല്ലാതെ ഇപ്പോൾ മക്കളെ കാനഡയിൽ വിടണം, അമേരിക്കയിൽ വിടണം, 70 ലക്ഷം വേണോ, 60 ആയുള്ളൂ, 10 ലക്ഷം തരും എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. സന്തോഷ് പണ്ഡിറ്റിനെ പറ്റില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായി പഠിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതേപോലെ ബന്ധപ്പെടാം. നമ്മളെ ഫോൺ നമ്പർ 99 477 25 911 എൻ്റെ മൊബൈൽ നമ്പർ. ഈ മൊബൈൽ നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി, അല്ല അതിൻ്റെ വാട്സപ്പിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ മോളെ നിങ്ങൾ ഇനിയും നന്നായിട്ട് പഠിക്കണം. കാരണം വെച്ചാൽ ഒരു ജോലിയൊക്കെ അതിന് ശേഷമേ കല്യാണമൊക്കെ, വെറുതെ കല്യാണമൊന്നും കഴിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അവനോട് ജോലി ചെയ്യുന്ന ഉറപ്പിച്ചിട്ട്, കാരണം ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. അപ്പോൾ മോളെ അപ്പോൾ എല്ലാവിധ ആശംസയും നേരുന്നു. അപ്പോൾ എന്താണ് നമ്മളെ ഭാവിയിൽ നമ്മളിപ്പോൾ ഈ BSc ഇതാണ്, അപ്പോൾ എന്താണ് ഇതിലെ ടീച്ചിങ് ആണോ ഉദ്ദേശിക്കുന്നത്? പിന്നെ അതിനിപ്പോൾ നെറ്റ് ഇല്ലേ? ഇപ്പോൾ അതിപ്പോൾ MSc ചെയ്യുന്നതിനിടയിൽ കൂടെ തന്നെ നമുക്ക് നെറ്റ് എഴുതാനോ അല്ലേ? അതല്ലാതെ വേറെ എന്താണ് ഇതിന്റെ സ്കോപ്പ്? ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗ് അല്ലേ? പ്ലാന്റ് ബ്രീഡിങ്ങിന്റെ പല മേഖലകളിലും, അഗ്രികൾച്ചർ മേഖലയിലൊക്കെ അഗ്രികൾച്ചർ മേഖലയിൽ സാധ്യതയുണ്ട്. അല്ല ഞാൻ പറഞ്ഞു വെറും ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ ടീച്ചിങ്ങിലേക്ക് തന്നെയല്ലേ നോക്കുന്നത്. മാത്രമല്ല പുതിയ നിയമനങ്ങൾ കുറവാണ്. പുറത്തൊക്കെയാണ് അത്രയും പൈസ. റിസർച്ചിനും സാധ്യതയുണ്ട്. കേരളത്തിന്റെ പുറത്ത് എന്താണ് ഇതിന് നല്ല സ്കോപ്പാണ് റിസർച്ച്. ഇത് IIT അങ്ങനെയൊക്കെ പറയാം. കൊട്ടിയോട് വാർഡിൽ
ഒരു കുട്ടിയാണ് അക്ഷര. വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് മെറിറ്റിൽ നല്ല മാർക്കോടുകൂടി BSc പാസ്സായി. ഇപ്പോൾ അടുത്ത MScക്ക് അഡ്മിഷനും കിട്ടി. അപ്പോൾ ആ കുട്ടിയെ സഹായിക്കാൻ മനസ്സ് കാണിച്ച ശ്രീമാൻ സന്തോഷ് പണ്ഡിറ്റ് ചേട്ടനും ഇതിന് മാർഗം നിർദ്ദേശം ചെയ്ത് നമ്മുടെ രാജേഷ് മാധവൻ ചേട്ടനും നന്ദി ആശംസകളും അറിയിക്കുന്നു. വയനാട്ടിലൊക്കെ ചാരിറ്റികൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ പല ഭാഗങ്ങളിലും അദ്ദേഹം ചാരിറ്റി ചെയ്യുന്നുണ്ട്. ഇനിയും പാവങ്ങളെ കണ്ടെത്തി ചാരിറ്റി ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവട്ടെ. അദ്ദേഹത്തിന് ആയുരാരോഗ്യം ഭഗവാൻ കൊടുക്കട്ടെ എന്നൊരു പ്രാർത്ഥന കൂടിയുണ്ട്. അപ്പം എല്ലാവിധ ആശംസ. എല്ലാവിധ ആശംസകൾ നേരുന്നു.